അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മിഅ്റാജ് നോമ്പ് ഉണ്ടോ എന്ന ഒരു സംശയം പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പുതിയ പ്രസ്ഥാനക്കാരാണ് അതിൻ്റെ ബാക്കിൽ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ ചില പ്രസംഗകരും അങ്ങനെ ഹദീസ് ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ച് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. നമ്മൾ ഷാഫിഈ മദ്ഹബുകാരാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗവും നാലാലൊരു മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. മദ്ഹബ് അംഗീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ നമുക്കെല്ലാവർക്കും എല്ലാ വിഷയത്തിനും ഹദീസുകളും ആയത്തുകളും കിട്ടുകയില്ല. അഥവാ അങ്ങനെ ഹദീസും ആയത്തും നമുക്ക് കിട്ടിയാൽ തന്നെ അത് നിരുപാധികം ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് മസ്അലകൾ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരല്ല നമ്മൾ അങ്ങനെ ശേഷിയുള്ള മഹാന്മാരായ ഇമാമുകളെ പിന്തുടരുന്നവരാണ് എന്ന കാര്യം ഇത്തരം പ്രസംഗകർ പോലും വിസ്മരിച്ചു പോകുന്നോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ ഇബാദത്തിനും, നിസ്കാരത്തിൻ്റെ ഓരോ ഫർളിനും ഓരോ സുന്നത്തിനും ഓരോ നോമ്പിനും ഓരോ നോമ്പിൻ്റെയും ഹജ്ജിൻ്റെയും ഒക്കെ ഫർളുകൾക്കും സുന്നത്തുകൾക്കും എല്ലാം ഹദീസുകൾ പഠിച്ചാണോ ഇവരെല്ലാവരും നിസ്കരിക്കുന്നു പോകുന്നു? ഇതിൻ്റെ ഒക്കെ ഹദീസുകൾ മനഃപ്പാടമാക്കി ആ ഹദീസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചികഞ്ഞന്വേഷിച്ച് വഈഫാണോ സഹീഹാണോ എന്ന് നോക്കി ഇതൊക്കെ പഠിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചിട്ടാണോ ഇവിടെ ഓരോ മുഅ്മിനീങ്ങളും ഇന്നിവിടെ പ്രസംഗിക്കുന്നവർ വരെ അമൽ ചെയ്യുന്നത്? അല്ല. ലോകത്തുള്ള ഭൂരിഭാഗം മുസ്ലിമീങ്ങളും നാലാലൊരു മദ്ഹബ് അനുഷ്ഠിച്ചാണ്. മദ്ഹബ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇമാമുകൾ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്താ അവർ നമ്മളുടെ വ്യത്യാസം? അവർ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരു ഹദീസിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. നമ്മൾ എന്ന് പറഞ്ഞ ചില്ലറക്കാർ ഞാനും നിങ്ങളും അല്ല. നമ്മളൊക്കെ പൂർവികരം അവരുടെയൊക്കെ ഉസ്താദുമാരെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ, വസാലി തങ്ങൾ, റാഫിഈ തങ്ങൾ വരെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടെ കീഴിലാണ് എന്നാണ്. ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരെയും പരിശോധിച്ച് അവർക്ക് നാലാലൊരു മദ്ഹബിൽ ഒതുങ്ങി ജീവിക്കുന്നവരാണ്. ഈ 4 മദ്ഹബിനോ അല്ലാത്ത ഒരുപാട് മദ്ഹബുകൾ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ക്രോഡീകരിക്കപ്പെട്ടില്ല പൂർണ്ണമായ രീതിയിൽ. അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട ഈ 4 മദ്ഹബിലാണ് പിന്നീട് മുസ്ലിം ലോകം മുഴുവനായത്. അപ്പം മദ്ഹബ് സ്വീകരിക്കുന്ന നമ്മോട് പിന്നെ ഒരു കൂട്ടർ വന്നിട്ട് ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ എല്ലാ ഫർളും സുന്നത്തിനോ ആയത്തോ ഹദീസോ പറഞ്ഞു കൊടുക്കാൻ പറ്റിയവരും ഈ ആയത്തും ഹദീസും ചോദിക്കുന്ന ആളുകളെ തന്നെ ഹദീസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയവരുമാണോ? ഒന്ന് അർത്ഥം വെക്കാൻ തിരിച്ച് ചോദിച്ചാൽ തന്നെ പ്രയാസപ്പെടുന്നവരാണ് ഈ പുതിയ ആൾക്കാരൊക്കെ. അനുഭവം കൊണ്ട് പറയാണ്. എന്താണ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത കുറേ ആളുകളും എന്താണ് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അറിയില്ല. നീ മുജ്തഹിദാണോ മുഖല്ലിദാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ പുത്തൻ പ്രസ്ഥാനക്കാരിൽ കുറേ ആളുകൾക്ക് മറുപടിയില്ല. 2 പറഞ്ഞാലും കുടുങ്ങാണ്, മുജ്തഹിദ് എന്ന് പറഞ്ഞാലും കുടുങ്ങാണ്. അപ്പോൾ അവരെ കൊണ്ടൊരു 4 ഹദീസ് തിരിച്ചെൻ്റെ അർത്ഥം ഒപ്പിച്ചാൽ വേണ്ടതുപോലെ വിശദീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ പിന്നെ ഒരു മുഖല്ലിദാണെന്ന് പറയുമോ? അത് പറയൂല. ഇത് മുജ്തഹിദും അല്ല മുഖല്ലിദും അല്ല. അപ്പോൾ അടിസ്ഥാനം മനസ്സിലാക്കാതെ കൈകാര്യം ചെയ്യുന്ന കുറേ ആളുകളാണ്, അറിവില്ലാത്തവരാണ് ഈ പ്രശ്നം. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പഴയ കാലം മുതലേ പറഞ്ഞു വരുന്നതാണ്. അത് ദീനിലും അങ്ങനെ തന്നെയാണ്. മുറിവൈദ്യന്മാരാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. നമ്മളെ പഴയകാല മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞത് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ടാവുക. ആ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ നോമ്പിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ എന്നേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അധ്യുസ്താമാർക്കൊക്കെ അറിയുന്നില്ല കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലുണ്ട് എന്നത്. അതുകൊണ്ട് ആരും ആ വിഷയത്തിൽ സംശയിക്കാൻ നിൽക്കരുത്. മിഅ്റാജ് നോമ്പ് എന്ന് തന്നെ നിയ്യത്ത് ചെയ്ത് ആ കൂട്ടത്തിൽ നമുക്ക് വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ മറ്റു നോമ്പ് സുന്നത്തുള്ളതാണെങ്കിൽ അങ്ങനെ മുഹറം മാസത്തിൽ തന്നെ നോമ്പ് നോക്കൽ പൊതുവേ സുന്നത്തുണ്ട്. അതൊക്കെ കൂട്ടി തന്നെ കരുതാം. അതിൽ മിഅ്റാജ് നോമ്പ് എന്നത് ഒഴിവാക്കേണ്ട ഒരാവശ്യവുമില്ല. എല്ലാവരും ഈ അടിസ്ഥാനം മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ മഹാന്മാരുടെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. പുതിയതായി വന്ന മുറിവൈദ്യന്മാരിൽ നിന്ന് അള്ളാഹു നമ്മയും സമൂഹത്തെയും സംരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.